തിരൂര് മെട്രോ ഒക്കെ തിരുവനന്തപുരം അതൊക്കെ അന്ന് ഞാൻ സദസ്സുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞ കാര്യം. കുർക്കുളി ഞാൻ നമ്മൾ തമ്മിൽ എന്ന് പറയുമ്പോൾ ബന്ധം ഞങ്ങൾ പൂർവികരായിട്ടുള്ള എൻ്റെ വാപ്പ പിതൃതുല്യൻ അല്ലേ. പിന്നെ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞാൽ അന്നും ഇന്നും ഇവർ MLA വെച്ചിട്ട് പ്രത്യേകിച്ച് നമ്മളോടൊരു അവഗണന ഉണ്ടായിട്ടില്ല, പരിഗണന ഇല്ല. അത്രയും ബന്ധമാണ്. ഒരു സ്കൂൾ അടിച്ചാൽ പോലും തിരിച്ചു വിളിക്കുന്ന കുർക്കുളിയാണ്. അപ്പോൾ കുർക്കുളി ഇനിയും മണ്ഡലത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇൻഷാല്ലാ. അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്തല്ലോ 5 വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലേ? നമുക്ക് കൂടിയിരിക്കണം. തീർച്ചയായും കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചെയ്തത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർ, സാമൂഹ്യ രംഗത്തുള്ള മുതിർന്ന ആളുകൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, ഇവർ നമ്മൾ തുഞ്ചൻ പറമ്പിൽ കൂടിയിരുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരും അഭിപ്രായങ്ങളും കേട്ടിട്ടാണ് എന്തൊക്കെ നടപ്പിലാക്കണമെന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കിയത്. അപ്പോൾ ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ്. പിന്നെ എൻ്റെ അഭിപ്രായങ്ങളുണ്ട്, അതും കൂടി അവരോടും പങ്കുവെച്ച് നമ്മളൊക്കെ ഈ തിരൂര് മെട്രോ ഒക്കെ തിരുവനന്തപുരം അതൊക്കെ അന്ന് ഞാൻ സദസ്സുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞ കാര്യം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഭയങ്കര അംഗീകാരം മുഖ്യമന്ത്രി നിഷേധിച്ചു എങ്കിലും അത് എനിക്ക് വലിയ അംഗീകാരമായി. എത്രമാത്രം ആളുകൾ അഭിനന്ദിച്ചു എന്നറിയും. അതെ അതെ അതെ, ആ കാഴ്ചപ്പാട് വളരെ ഇതാണ്. കാരണം ഈ റോഡ് വികസിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ജില്ലയിലല്ലേ ഏറ്റവും ജനസംഖ്യ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുർക്കുളിനെ. നിങ്ങളൊക്കെ എൻ്റെ സമ്പത്ത്. തീർച്ചയായും ഈ ഞാൻ സമ്പന്നനാണ്, കറൻസിന്റെ കാര്യത്തിലല്ല, ഈ സ്നേഹസമ്പത്ത്. അതുകൊണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവും തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ അമ്മനോട് പറയാം, അന്വേഷണം പറയാം, മോളോടൊക്കെ പറയാം, ഇത് വരയ്ക്കാനും പറയാം.